ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു സ്നാക്സ് ആയാലോ? അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ മിസ്സാകാതെ കാണണേ. മൈദ, 1 ടീസ്പൂൺ ഉപ്പ് കൂടി. ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. തിളപ്പിച്ച് തണുപ്പിച്ച പാലൊഴിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കണം. മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പേരക്കുട്ടിയാണേ. നമുക്കിതുപോലെ മാവ് കലക്കിയെടുക്കണം. നല്ല ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ. സവാള കട്ട് ചെയ്തു, ക്യാരറ്റ് കട്ട് ചെയ്തു, കാബേജ് കട്ട് ചെയ്തു, പച്ചമുളക് കട്ട് ചെയ്തു, ബീൻസ് കട്ട് ചെയ്തു. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. 150 ഗ്രാം ചിക്കൻ ബോൺലെസ് പീസാണ്. അത് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചെടുത്താണ്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ ഒരു ദോശക്കല്ല് ചൂടായിട്ട് അതിലേക്ക് ലേശം ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ദോശയ്ക്ക് ഒഴിക്കുന്ന പോലെ നമുക്ക് ഒഴിക്കാം. പക്ഷേ കുറച്ച് നന്നായിട്ട് കനം കുറച്ച് വേണം ദോശയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് 2 സൈഡിലും ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയാൽ, മടക്കുന്നതിന് മുമ്പ് 2 സൈഡും ആ മാവൊന്ന് തേച്ച് കൊടുക്കണം. നമ്മുടെ മസാല നിറച്ച സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കി മുഴുവനും നമുക്കിതുപോലെ തയ്യാറാക്കാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം എടുത്ത് ഇങ്ങനെയൊന്ന് മുറിച്ച് ഒരു ഗ്ലാസ് ചായയുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. എന്താ ടേസ്റ്റ് എന്നോ.